എൻ്റെ ഒരു ലീക്ക്ഡ് വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ഓടുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനും എൻ്റെ ലീക്കായ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രേക്ഷകരോട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കേൾക്കണം നിങ്ങൾ. അപ്പം വേറൊന്നുമല്ല, ഈ കാണുന്ന വീഡിയോ ആണ് ലീക്ക് അയക്കുന്നത്. ഈ താഴെ കാണുന്ന വീഡിയോ ഉണ്ട്, ഈ വീഡിയോ ആണ് ലീക്ക് അയക്കുന്നത്. ഇത് ശരിക്കും ലീക്കായ വീഡിയോ അല്ല കേട്ടോ. ഓൾറെഡി ഈ വീഡിയോ മുന്നേ നമ്മുടെ ലീസ് ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഡോഗിൻ്റെ ഓണർ അദ്ദേഹം ഇപ്പം പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വീഡിയോ എടുത്ത് പുള്ളി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് റീലാക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിലവിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകർ വിചാരിച്ചിട്ടുണ്ടാവും, എനിക്ക് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ തോൽവി സമ്മതിച്ചെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ ഹെഡിങ്ങും ഞാൻ ആ യൂട്യൂബിൽ എല്ലാത്തിലും പറഞ്ഞിട്ട് ഞാൻ ഈ ഡോഗിനെ തോൽവി സമ്മതിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചിട്ട് ഞാൻ തോറ്റ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ ഇതെൻ്റെ 1 മാസം മുന്നേ നമ്മുടെ ലീസ് ഡോഗ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇട്ടിട്ടില്ല എന്നുള്ളൂ. സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ വീഡിയോയും പിന്നെ ഒരു ക്ലൈമാക്സ് വീഡിയോ, ഈ 2 വീഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചലഞ്ചിന് പോയാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതൊരു 80% അങ്ങനെ പോസ്റ്റ് ചെയ്യുക. 20% നമ്മൾ ചിലപ്പോൾ ഇൻട്രോ വീഡിയോ എടുക്കാതെ വരലുണ്ട്. ഈ റീസെൻ്റ് ലാസ്റ്റ് ആ റോഡ് വീലറിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ ക്ലൈമാക്സ് വീഡിയോ മാത്രമേ ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളൂ. പക്ഷേ അതിന് ലോങ് വീഡിയോ 2-3 മാസം മുന്നേ യൂട്യൂബിൽ വന്നതാണ്. അതിനൊരു ഇൻട്രോ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അത് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇൻട്രോ വീഡിയോ ഇട്ടില്ല, ക്ലൈമാക്സ് വീഡിയോ മാത്രമേ ഇട്ടത്. ഇവിടെ ഈ ഡോഗിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഞാൻ എടുത്തായിരുന്നു, പക്ഷേ ഡോഗിനെ കാണിച്ചിട്ടില്ലായിരുന്നു. ഈ കാണുന്ന വീഡിയോ കണ്ടോ, ഇതൊരു 1.5 മില്യൺ ആൾക്കാർ കണ്ടാണ്. ഈ വീഡിയോ അവിടെ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് വീഡിയോ നമ്മൾ ഇടാറില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ലോങ് വീഡിയോ യൂട്യൂബിൽ ഒരു 5-6 മാസം, ഒരു 4-5 മാസത്തിൽ മിനിമം ഓടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, ഓടിയതിന് ശേഷമേ ക്ലൈമാക്സ് വീഡിയോ അടക്കം ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇടാറുള്ളൂ. അപ്പോൾ ഇതിന് ടൈം ആകത്തോണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ പ്രേക്ഷകർ വിചാരിച്ചു ഞാൻ തോറ്റത് കൊണ്ട് ഇടാതിരുന്ന വീഡിയോ ആണെന്ന്. അപ്പോൾ ഇതിൽ നിലവിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ കാര്യം പറയാം. ഇതിൽ തോൽവി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഡോഗിനെ നമുക്ക് ചലഞ്ച് തന്നെ അവരെന്നോട് പറഞ്ഞായിരുന്നു ഡോഗിൻ്റെ അടുത്തുനിന്ന് പോയി നിന്നാൽ മതി ചേട്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനാണ് കൈ നിട്ടത്. എന്നാൽ കാറിനുള്ളിൽ കയറി ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ഇട്ടു. പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഡോഗ് ഓൾറെഡി നിൽക്കുന്നത് പറഞ്ഞാൽ അതൊരു ഫോർച്യൂണർ കാറാണ്, ഏകദേശം ഈ ഹൈറ്റിലാണ് ഡോഗ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാറിനുള്ളിൽ കയറി ഇരുന്നാലും ഡയറക്റ്റ് നമുക്ക് കടി വരിക ഫേസിലേക്കായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ബുദ്ധിമോശം കാണിക്കില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് കടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് ലാസ്റ്റ് കിട്ടിയ കടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കിട്ടിയ കടിയില്ലേ, ആ ഡോഗിനെ നമ്മൾ ഓണർ കെട്ടിയേക്കുന്ന ഒരു കുറ്റിയിലായിരുന്നു. ആ കുറ്റിയിൽ നിന്ന് പോയി കുനിഞ്ഞഴിക്കാന്നാണ് ചലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെനിക്ക് ഉറപ്പായിരുന്നു കുറ്റിയിൽ നിന്ന് അഴിച്ചാൽ കടി കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ പോയി അഴിച്ചു. എനിക്ക് കയ്യിൽ കടി കിട്ടി. അങ്ങനെയാണ് ആ ചലഞ്ച് തീരുന്നത്. പിന്നീട് രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറ്റി പോയിട്ട് ആ ഡോഗിനെ അഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് ആ ഡോഗിനെ അടുത്ത എപ്പിസോഡ് പോലെ കൂട്ടിലിട്ടിട്ടാണ് നമ്മൾ അഴിച്ചത്. അപ്പം ഇതുപോലെ തന്നെ ഞാൻ 3-ഓളം ഡോഗിൻ്റെ ചലഞ്ച് ഞാൻ തോറ്റു എന്ന് ഞാൻ പബ്ലിക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എവിടെ അത് മടിയൊന്നുമില്ല. തോറ്റെങ്കിൽ തോറ്റു എന്ന് പറയണം. കാരണം നമ്മളിപ്പോൾ ഈ കാറിനുള്ളിൽ കയറി മുഖത്ത് കടി വാങ്ങിയാൽ എനിക്ക് മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആർക്കും പോകുന്നില്ല. ചലഞ്ചിൻ്റെ വഴിക്ക് പോകും, കടി കിട്ടുന്നത് അനുഭവിക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ കയ്യിലും കാലിലൊക്കെ കടി കിട്ടിയാൽ ഞാൻ മേത്തൊക്കെ കടി കിട്ടുന്ന അറിയാമല്ലോ, ദേഹത്തൊക്കെ കടി കിട്ടിയാൽ ഞാൻ സഹിക്കാറുണ്ട്. അതിന് ഉദാഹരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എൻ്റെ ദേഹത്ത് കുറേ മുറിവുകളുണ്ട്. ഓക്കെ, ഇതുപോലെ എൻ്റെ ദേഹത്ത് ഈ ഒരു സൈഡ് മൊത്തം മുറിവുണ്ട്. അപ്പോൾ എനിക്ക് മുറിവുണ്ടാകുന്നത് അതിൽ കടിക്കുന്നതുകൊണ്ട് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഫേസിലൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ലെവലായി പോകും. അതുകൊണ്ടാണ് ഞാൻ അവിടെ തോൽവി സമ്മതിച്ചതും. പിന്നീട് ആ ഡോഗിനെ അദ്ദേഹം ഡോഗിനെ പുറത്തിറക്കിയിട്ട് ഞാൻ അതിനെ ഡോഗിനെ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ചലഞ്ച് പോലെ അല്ല, എന്നാലും ഡോഗിനെ നടത്തുന്നുണ്ട്. എന്നെ ഡോഗ് കടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ലീക്കായിട്ടുള്ള വീഡിയോ ഒന്നും അല്ലത്. ഇത് ഓൾറെഡി എൻ്റെ പേജിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. അത് അദ്ദേഹം ഡോഗിൻ്റെ ഓണർ പുള്ളിയുടെ പേജിലിട്ടപ്പോൾ ഒന്ന് വൈറലായി. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാൻ ഇടാത്ത വീഡിയോ എന്ന് വിചാരിച്ചാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്, ഓൾറെഡി ഞാൻ ഇട്ട വീഡിയോ ആണ്, നമ്മൾ അറ്റൻഡ് ചെയ്ത കാര്യമാണ്, നമ്മുടെ പേജിലുണ്ട് താനും കേട്ടോ. അത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ 1-2 കമൻറ്റുകൾ എനിക്ക് കാണാൻ ശ്രദ്ധയായി കേട്ടോ. അപ്പോൾ അതിൽ നമ്മളെ ട്രോളിക്കൊണ്ട് കുറച്ച് കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്ന വ്യക്തികളോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇപ്പം വീട്ടിലിരുന്ന് നമുക്ക് കമൻറ്റ് ഇടാൻ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഒരു പേജിൽ കയറി കമൻറ്റ് ഇടാൻ സിമ്പിളാണ്, എല്ലാവർക്കും എഴുതി ഇട്ടാലോ. അപ്പം ഈ കമൻറ്റ് ഇടുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളൊരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റ തന്തയ്ക്കാണ് പിറന്നതെങ്കിൽ, അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്, ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ പേജിലിട്ട പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ആ ലീസ് ടോക്സ് ചെയ്ത ഡോഗിനെ ഞാൻ വന്ന് ഇറക്കാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു മെസ്സേജെങ്കിലും അവർക്ക് അയച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇറക്കിയിട്ട് ആണ് നിങ്ങൾ ഈ കമൻറ്റ് എനിക്കെതിരെ ട്രോളുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അത് ഞാൻ തോറ്റൊരു സ്ഥലത്ത് നിങ്ങൾ ജയിച്ച് കാണിക്കുക, എന്നിട്ടല്ലേ കമൻറ്റ്. അതല്ല യോഗ്യത. അല്ല ചുമ്മാ കയറി ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ഏകദേശം 190ഓളം ഡോഗിൻ്റെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 6-7 ഡോഗ് എന്നെ കടിച്ചിട്ടുണ്ട്. കടിച്ച എല്ലാം പബ്ലിക്കിലുണ്ട് താനേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഇട്ടത് ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല. പുള്ളിയുടെ ഡോഗാണ്, പുള്ളിയുടെ ഡോഗ് ഒന്ന് പബ്ലിക് ആകണം പുള്ളി ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം എൻ്റെ പേജിൽ വന്നില്ല, അതുകൊണ്ട്
അതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ ഇട്ടത്. എന്നോട് ചോദിച്ചില്ലായിരുന്നു. സാധാരണ നമ്മളാരും അങ്ങനെ നമ്മളോട് ചോദിക്കാതെ നമ്മൾ ഇടിയിക്കാൻ സമ്മതിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇത് പുള്ളി ഇട്ട് പോയ കാര്യമാണ്, നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാനും പുള്ളിയും ഫ്രണ്ടാണ്. നല്ല രീതിയിലാട്ടോ ഞങ്ങൾ ചലഞ്ച് എടുത്തത്, അല്ലാതെ ദേഷ്യത്തിലോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ഞാൻ ഇങ്ങനൊരു വീഡിയോ വന്നതുകൊണ്ട് മാത്രം അതിനൊരു എക്സ്പ്ലനേഷൻ തന്നതാണ്. കാരണം ഇത് വൈറലായി കഴിയുമ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ് ചിന്തിക്കുക. അപ്പോൾ ആ ചിന്താഗതിയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നതാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ബൈ.